സുഹൃത്തുക്കളെ, ഇന്നലെ രാത്രി ഒരു 7 മണിക്ക് ഞാൻ പയ്യാമ്പലം പോയതാണ്. അപ്പോൾ പയ്യാമ്പലത്തിൻ്റെ അവസ്ഥ കാണുമ്പോൾ വളരെ കഷ്ടമാണ്. ആകെയുള്ള ലൈറ്റെന്ന് പറഞ്ഞാൽ വാഹനങ്ങൾ പോകുന്ന ലൈറ്റും, ഇത് കണ്ടില്ലേ, ഈ വാഹനങ്ങൾ പോകുമ്പോഴുള്ള ലൈറ്റ് മാത്രമേ ഉള്ളൂ. ഇത് രാത്രി 7 മണിയാണ്. ഈ ആൾക്കാർ നടക്കുന്ന ഭാഗത്തുള്ള ഒറ്റ സ്ട്രീറ്റ് ലൈറ്റ് കത്തുന്നില്ല. കണ്ട, ഇതാണ് അവസ്ഥ. അവിടെ നിന്ന് പള്ളിയാമൂല ഭാഗത്തേക്ക് പോകുമ്പോൾ 2 ഐമാസ് ലൈറ്റ് ഉണ്ട്. അതിൽ അത് രണ്ടും കത്തുന്നുണ്ട്. ഈ പയ്യാമ്പലം ഈ ഭാഗത്ത് ഒന്നുമില്ല. ഇപ്പം നമ്മൾ പാലം കയറി വരുമ്പോൾ റൈറ്റ് സൈഡിൽ ഫിറ്റാക്കിയ പുതിയ ലൈറ്റുകൾ മാത്രമേ കത്തുന്നുള്ളൂ. അതുപോലെ പുതിയ എൻട്രൻസ്, നമ്മളെ ശരിയായ എൻട്രൻസിലേക്ക്, പയ്യാമ്പലം എൻട്രൻസിൽ കയറി ലെഫ്റ്റിലോട്ട് പോകുമ്പോൾ അവിടെയും കുറച്ചെണ്ണം കത്തുന്നുണ്ട്. അല്ലാതെ ഈ പറയുന്ന ഇങ്ങനെ സ്ഥാപിച്ചിട്ടുള്ള 58 ലൈറ്റാണെന്നുള്ളത്. ഞാൻ എണ്ണി നോക്കിയിരുന്നു. 58-ൽ അതിൽ 5 എണ്ണം പകുതി പൊട്ടി വീണതും ബാക്കി ഇങ്ങനെ ഇതേ ലെവലിലുണ്ട്. പക്ഷേ ഒന്നും കത്തുന്നില്ല. ഇതുപോലെയുള്ള സ്ഥാപനങ്ങളെ ലൈറ്റും മാത്രമേ ഉള്ളൂ. നമ്മൾ അധികൃതർ വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യണം. കണ്ട, ഒരു ഐമാസ് കത്തുന്നുണ്ട്. ഇതിന് വേണ്ടുന്ന കാര്യങ്ങൾ എന്താണെന്ന് ചെയ്യുക. കാരണം വെളിച്ചമില്ലാതെ പയ്യാമ്പലം ബീച്ചിൽ ആര് വരാനാണ്? ഈ പയ്യാമ്പലം ബീച്ച് വിചാരിച്ച് കുറേ ആൾക്കാർ ജീവിതം ഉണ്ട്. കാരണം കുറേ ഷോപ്പുകളുണ്ട്, അതിന് കുറേ ജോലിക്കാരുണ്ട്. പിന്നെ നമ്മുടെ പയ്യാമ്പലത്തിന് ഇങ്ങനെ നശിപ്പിക്കണോ? ഇതിനാരാണ് ഇതിന് മുൻകൈയെടുത്ത് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യണമെന്നാണ് എൻ്റെ അപേക്ഷ. പ്ലീസ് ഇതിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യുക. കാരണം ഇങ്ങനെ നശിപ്പിച്ച് കളയരുത് നമ്മളെ പയ്യാമ്പലത്തിനെ. നശിപ്പിക്കില്ല എന്ന വിശ്വാസത്തോടു കൂടി ഞാൻ വെക്കാം. അല്ലാതെ ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾ നോക്കിയോ ഇതിൻ്റെ ഒരു അവസ്ഥ.